പാകിസ്ഥാൻ ഇന്ത്യയെ തൊടാൻ മടിക്കുന്നതിന്റെ കാരണം ഇന്ത്യയുടെ പക്കലുള്ള ബ്രഹ്മോസ് മിസൈലാണ്. പാകിസ്ഥാനെ ഒന്നടങ്കം കത്തിച്ചാമ്പലാക്കാൻ പോന്ന ശേഷിയുള്ള ബ്രഹ്മോസ് ഇന്ത്യൻ സേനയുടെ അഭിമാനമാണ്. വീണ്ടും പാകിസ്ഥാൻ പ്രകോപനവുമായി എത്തിയപ്പോൾ ബ്രഹ്മോസ് പ്രയോഗിക്കുമെന്ന് അവർ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ചില ഡ്രോൺ ആക്രമണങ്ങളിൽ മാത്രം പാകിസ്ഥാന്റെ മറുപടി ഒതുങ്ങിയത്. എല്ലാം കൊണ്ടും ഇന്ത്യൻ സൈന്യത്തിന്റെ അഭിമാനമായി ബ്രഹ്മോസ് തലയുയർത്തി നിൽക്കുമ്പോൾ BJP സർക്കാരിനെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. കാരണം മറ്റൊന്നുമല്ല, ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാക്കിയത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UPA സർക്കാരാണ്. അതിന് ചുക്കാൻ പിടിച്ചത് അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആണെന്ന് BJPയെ കോൺഗ്രസ് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ മുന്നിൽ പാകിസ്ഥാൻ വിറച്ചതിന്റെ വീരവാദം മുഴക്കുന്ന BJPക്കാർ പക്ഷെ ബ്രഹ്മോസിന്റെ ക്രെഡിറ്റ് കൂടി കയ്യിലെടുക്കുവാൻ തുടങ്ങിയതോടെയാണ് ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത്. ബ്രഹ്മോസ് മിസൈൽ 2005-ലാണ് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായത്. 2007-ൽ സൈന്യത്തിനും അത് ലഭ്യമായി. 2012-ലാണ് മിസൈൽ വ്യോമസേനയുടെ ഭാഗമായത്. ഇതെല്ലാം നടന്നത് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്തായിരുന്നു. മൻമോഹൻ സിംഗ് 2 തവണ ഇന്ത്യ ഭരിച്ച സമയത്തായിരുന്നു. അത് നരേന്ദ്രമോദിയെ ഓർമ്മിപ്പിക്കുന്നത് കോൺഗ്രസിനു വേണ്ടി ജയറാം രമേശാണ്. രാജ്യത്ത് കോൺഗ്രസ് തുടക്കമിട്ട നയങ്ങളുടെയും നീക്കങ്ങളുടെയും തുടർച്ചയാണ് ബ്രഹ്മോസ് മിസൈൽ എന്ന വസ്തുത നിഷേധിക്കാനോ മായ്ക്കുവാനോ ആർക്കുമാവില്ല. മൻമോഹൻ സിംഗിന്റെ നേതൃത്വമാണ് 2005-ൽ ചരിത്രപരമായ ഇന്ത്യ-അമേരിക്ക ആണവ കരാർ യാഥാർത്ഥ്യമാക്കിയത്. അതിൽ ഇവിടത്തെ CPM അടക്കം ആ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചതെല്ലാം നമ്മൾ ഓർക്കുന്നുണ്ട്. ഈ തീരുമാനമാണ് 11 വർഷങ്ങൾക്ക് ശേഷം രാജ്യത്തിന് മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിമിൽ അംഗത്വത്തിലേക്ക് പാത തെളിച്ചതെന്നും കോൺഗ്രസ് കുറിപ്പിൽ വ്യക്തമാക്കി. അടുത്തിടെ പാകിസ്ഥാന് നേരെ നടന്നത് ബ്രഹ്മോസിന്റെ കന്നി അംഗമായിരുന്നുവെന്നാണ് സൂചന. സുഖോയ് 30 വിമാനത്തിൽ നിന്നുമായിരുന്നു ബ്രഹ്മോസ് തൊടുത്തതെന്നും പറയുന്നു. 2001 ജൂൺ 12-ലാണ് ബ്രഹ്മോസ് ആദ്യമായി വിജയകരമായി പരീക്ഷിച്ചത്. ഫയർ ആൻഡ് ഫോർഗെറ്റ് തരം മിസൈലുകളിൽ ഒന്നാണ് ബ്രഹ്മോസ്. കരയിൽ നിന്നും കപ്പൽ വഴിയും വായുവിൽ നിന്ന് അന്തർവാഹിനി വഴിയും പ്രഹരശേഷി തെളിയിക്കാൻ സാധിക്കുന്ന പൈലറ്റ് രഹിത മിസൈലാണിത്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയതും ലക്ഷ്യസ്ഥാനത്ത് വളരെ കൃത്യത പുലർത്തുന്ന മിസൈൽ എന്ന പേരും ബ്രഹ്മോസിന് സ്വന്തമാണ്. ബ്രഹ്മോസ് പെട്ടെന്ന് സേനയിൽ പൊട്ടിമുളച്ചതല്ല. അതിന് പിന്നിൽ UPA സർക്കാരിന്റെ നിശ്ചയദാർഢ്യവും ദീർഘവീക്ഷണവും ഉണ്ടെന്നാണ് കോൺഗ്രസ് ഓർമ്മിപ്പിക്കുന്നത്. സോളിഡ് പ്രൊപ്പല്ലന്റ് ബൂസ്റ്റർ എഞ്ചിനുള്ള 2 ഘട്ടങ്ങളുള്ള മിസൈലാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത്. ആദ്യഘട്ടം മിസൈലിനെ ശബ്ദത്തിന്റെ വേഗതയേക്കാൾ ഉയർന്ന സൂപ്പർസോണിക് വേഗതയിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് അവ വേർപെട്ട് 2ആയി മാറും. 2ാം ഘട്ടത്തിൽ മിസൈലിനെ ശബ്ദത്തിന്റെ 3 ഇരട്ടി വേഗതയിലേക്ക് എത്തിക്കുന്നു. ലിക്വിഡ് റാംജെറ്റ് എഞ്ചിനാണ് ക്രൂയിസ് മിസൈലിനെ ശബ്ദത്തിന്റെ 3 ഇരട്ടി വേഗതയിൽ മുന്നോട്ടെത്തിക്കുന്നത്. ഏകദേശം 2.8 മാക്, അതായത് സെക്കൻഡിൽ 900 മീറ്റർ വേഗപരിധിയിൽ സഞ്ചരിക്കുന്ന ഈ മിസൈലിന് 300 മുതൽ 800 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട്. റഡാറുകൾക്ക് പോലും ബ്രഹ്മോസ് മിസൈലുകളെ കണ്ടെത്തുക എന്നത് പ്രയാസമാണ്. ബ്രഹ്മോസ് പോലുള്ള ക്രൂയിസ് മിസൈലുകൾ സ്റ്റാൻഡ് ഓഫ് റേഞ്ച് വെപ്പൺസ് എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. ഏതായാലും ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ തുരത്തി ഓടിച്ച് ഭീകരവാദത്തെ തകർത്തെറിഞ്ഞ് ഇത്രയും വലിയൊരു അഭിമാന നിമിഷത്തിൽ നിൽക്കുമ്പോൾ ബ്രഹ്മോസും അത് സൃഷ്ടിച്ചെടുത്ത കോൺഗ്രസും വലിയ അഭിമാനം പേറുകയാണ്.